അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നില്ല എങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായിട്ട് മാറും ഈ സംഭവവികാസങ്ങൾ. ഇന്ന് അദ്ദേഹം പറഞ്ഞ അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് മാറിയിട്ട് ശേഷമുള്ള അന്വേഷണം വേണം. ശരി, താങ്ക് യു. അതെ, ഇവിടെ കേരളത്തിലെ ഒരു സംഭവമില്ലേ, ഇവിടുത്തെ നേതാക്കന്മാരെ അതിനെക്കുറിച്ച് പ്രതികരിക്കട്ടെ, അതല്ലേ നല്ലത്. സിസിയുടെ റിപ്പോർട്ടിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരുന്നു. അന്നേ ഇത്ര ആളുകളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ. സംസ്ഥാന കമ്മിറ്റിയിലെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഇവിടെ വഴി തടഞ്ഞു നിർത്തി ചർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ച് നമ്മൾ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന സമരത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. ഇന്നിപ്പോ നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചെല്ലാം പേപ്പർ ചോർച്ചയും മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ധൈര്യമുണ്ടോ നരേന്ദ്രമോദിക്ക്? ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ അതേ അവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ നരേന്ദ്രമോദിക്ക് ഉണ്ടാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് ജനാധിപത്യ ബോധത്തോടുകൂടി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഈ രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുകയാണ്. സമാനമായ അന്തരീക്ഷമാണ് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, ഇതൊക്കെ പങ്കെടുക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നില്ല എങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായിട്ട് മാറും ഈ സംഭവവികാസങ്ങൾ. ഇന്ന് അദ്ദേഹം പറഞ്ഞ അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് മാറിയിട്ട് ശേഷമുള്ള അന്വേഷണം വേണം. ശരി, താങ്ക് യു.